വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയും 18-20 വാക്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന് തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതായി നമുക്ക് വ്യക്തമായി ഇതിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, 3 ചിന്തകൾ ഈ വേദഭാഗത്തിൽ നിന്ന് പങ്കിടുവാനായിട്ട് ഞാൻ ശരണപ്പെടുകയാണ്. ഒന്നാമത്തേത്, കുഞ്ഞുങ്ങളെപ്പോലെ ആകുവിൻ. കർത്താവ് ഒരു കുഞ്ഞിനെ തൻ്റെ മധ്യ നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ ആകാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. പൗരസ്ത്യ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ എന്നത് നിരപരാധിത്വം, വിശ്വാസം, ആശ്രയം, വിനയം മുതലായ സ്വഭാവ സവിശേഷതകളാണ്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ സംശയിക്കുന്നില്ല, അവർ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള വഴി അഹങ്കാരത്തിലൂടെ നമുക്ക് സാധ്യമാകുകയില്ല, മറിച്ച് വിനയത്തിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നത്. സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വിനയം എല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനമാണ് എന്ന്. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ആദ്യമേ നാം ചെയ്യേണ്ടത് ചെറിയവനായി തീരണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയം എന്തെന്നാൽ ഇടർച്ച വരുത്താതിരിക്കുവീൻ എന്നുള്ളതാണ്. കർത്താവ് വളരെ കടുപ്പമുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ വാക്യത്തിൽ കൂടി നൽകുന്നത്. ഈ ചെറുപ്പക്കാരിൽ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ അവന് വലിയ ശിക്ഷയുണ്ടാകും എന്ന് നമുക്ക് വേദത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ചെറുപ്പക്കാരൻ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് കുട്ടികളിൽ മാത്രമല്ല, വിശ്വാസത്തിൽ ദുർബലരായിരിക്കുന്നവരെയും സർവ്വജനങ്ങളെയുമാണ്. പരിശുദ്ധ സഭയിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ്. നാം ആയിട്ട് ആർക്കും ഇടർച്ച വരുത്തുവാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും സുതാര്യതയുള്ളവരായി തീരണം. നല്ല ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നവരാകുവാൻ നമുക്ക് സാധ്യമായി തീരണം. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ഉദാർത്ത മാതൃകയുള്ളവരാകുവാനും ക്രിസ്തീയ ജീവിതത്തിലൂടെ കഴിയണം. അങ്ങനെയുള്ളപ്പോഴാണ് നാം മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു വരുന്നത്. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത്, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാകുവീൻ. കർത്താവ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന്. പൗരസ്ത്യ ആരാധനയുടെ ഹൃദയം ഐക്യമാണ്. കൂട്ടായ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട് എന്ന്